जय कुञ्ज बिहारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन जय राधा माधवा जय कुञ्ज बिहारी जय राधा माधवा जय कुञ्ज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे कृष्ण 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 हरे 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 राम 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 हरे हरे
नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टही हे कृष्ण करुणा सिन्धो दीनबन्धु जगत्पते गोपेश गोपिका कान्ता राधाकान्त नमस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये ईश्वर परम कृष्ण सच्चिदानंद विग्रह अनादिरादिर गोविंद सर्वकारण कारणं जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं तस्मै श्रीगुरुवे नमः चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामार्गेण ददाति सुखदां ഭഗവത്ഗീത അധ്യായം 9 ശ്ലോക 29. സമോഹം സർവഭൂതേഷു ന മേ ദേശസ്തി ന പ്രിയഃ ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम् समोहं सर्वभूतेषु न मे द्वेषस्ति न प्रियः ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम् समोहं सर्वभूतेषु न मे द्वेषोऽस्ति न प्रियः ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम् समोहं सर्वभूतेषु न मे देशस्ति न प्रियः ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम् വിവർത്തനം ഭാവാർത്ഥം ശിവപ്രഭുപാദ കീ ജയ്. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല. എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്.
പക്ഷേ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഇവിടെ ചോദ്യത്തിനിടയുണ്ട്. കൃഷ്ണന് ഏവരിലും സമഭാവനയാണ് ഉള്ളതെങ്കിൽ, ആരോടും അദ്ദേഹത്തിന് പ്രത്യേകം മമതയില്ലെങ്കിൽ, തന്റെ അതീന്ദ്രിയ സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരിൽ അദ്ദേഹം എന്തിന് സവിശേഷ താല്പര്യം കാട്ടുന്നു? പക്ഷെ ഇത് പക്ഷപാതമല്ല, സ്വാഭാവികമാണ്. ഈ ഭൗതിക ലോകത്തിൽ ഒരാൾ എത്ര തന്നെ ഉദാരനും ധർമ്മിഷ്ഠനുമായാലും ശരി, സ്വന്തം മക്കളിൽ കൂടുതൽ താല്പര്യം പ്രദർശിപ്പിക്കാറുണ്ട്. ഏതൊരു ജീവാത്മാവും ഏതൊരു ആകൃതിയിൽ ഇരുന്നാലും സ്വസന്താനം എന്നാണ് ഭഗവാൻ പറയുന്നത്. ജീവിതത്തിന് ആവശ്യമുള്ള സർവ്വ വിഭവങ്ങളും വേണ്ടുവോളം അവർക്ക് അദ്ദേഹം നൽകുന്നുമുണ്ട്. ഒരു മഴക്കാരനെ പോലെയാണ് അദ്ദേഹം. താൻ ചൊരിയുന്ന മഴവെള്ളം ഭൂമിയിലോ കുന്നിൻപുറത്തോ വെള്ളത്തിലോ ചെന്നു വീഴുന്നതെന്ന് ഓർക്കാറില്ല. എങ്കിലും ഭക്തന്മാരിൽ അദ്ദേഹത്തിന് സവിശേഷ താല്പര്യമുണ്ട്. അത്തരം ഭക്തന്മാരെയാണ് ഇവിടെ വിവരിക്കുന്നത്. അവർക്ക് എപ്പോഴും കൃഷ്ണ അവബോധം ഉണ്ടായിരിക്കും. തന്മൂലം ആധ്യാത്മികമായി അവർ എപ്പോഴും കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. കൃഷ്ണാവബോധം എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ആ നിലയിലെത്തിയവർ ഇവിടെ ജീവിക്കുകയാണെങ്കിലും ഭഗവാനിൽ കുടികൊള്ളുന്ന യോഗികളാണ് എന്നാണ്. മൈതേ, അവർ എന്നിലാകുന്നു എന്ന് ഭഗവാൻ ഊന്നിപ്പറയുന്നുണ്ട്. തത്ഫലമായി കൃഷ്ണൻ അവരിലും വാഴുന്നു. പരസ്പര കൈമാറ്റത്തിന്റെയാണ് ഈ ബന്ധം. യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. എനിക്ക് സ്വയം സമർപ്പിക്കുന്നവരെ അതേ വിധത്തിൽ ഞാൻ രക്ഷിക്കുന്നു. ഭഗവാനും ഭക്തനും ബോധവാന്മാരാകുന്നത് കൊണ്ടാണ് ഈ ആധ്യാത്മിക ബന്ധം ഉണ്ടാകുന്നത്. പൊന്മോതിരത്തിന് മേൽ വൈരക്കല്ല് പതിച്ചാൽ കൂടുതൽ അഴക് തോന്നിക്കും. സ്വർണത്തിനും വൈരക്കല്ലിനും ഒരേ സമയം തേജസ് വർദ്ധിക്കുന്നു. ഭഗവാനും ജീവാത്മാവും എന്നെന്നും മിന്നിത്തിളങ്ങുന്നു. ഒരു ജീവാത്മാവ് ഭഗവത് സേവനനിഷ്ഠനാകുമ്പോൾ സൗവർണ ശോഭ കൈക്കൊള്ളുന്നു. ഭഗവാൻ അത്രേ വൈരക്കല്ല്. ഇവ തമ്മിലുള്ള ബന്ധം മനോഹരമാണ്. വിശുദ്ധാവസ്ഥയിലുള്ള ജീവാത്മാക്കൾ അത്രേ ഭക്തന്മാർ. ഭക്തന്മാരുടെ ഭക്തനാണ് ഭഗവാൻ. ഭഗവാനും ഭക്തനും പരസ്പര ബന്ധം ഇല്ലെന്നിരിക്കിൽ സാകാര സിദ്ധാന്തം എന്ന തത്വജ്ഞാനമില്ല. നിരാകാര സിദ്ധാന്ത പ്രകാരം ജീവനും ഈശ്വരനും അന്യോന്യം ബന്ധമില്ല. വ്യക്തിഗത സിദ്ധാന്തത്തിലേ അതുള്ളൂ. ഭഗവാൻ ഒരു കൽപ്പവൃക്ഷമാണ്. അതിൽ നിന്നും ആരെന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കും. സാധാരണയായി കേൾക്കുന്ന ഒരു ഉദാഹരണമാണിത്. ഇവിടെ ഈ വിശദീകരണം പൂർണ്ണമാകുന്നു. ഭഗവാന് ഭക്തന്മാരോട് പക്ഷപാതമുണ്ട്. ഇത് ഭഗവാന്റെ ഭക്തന്മാരോടുള്ള സവിശേഷ കാരുണ്യത്തിന്റെ പ്രകടഭാവമാണ്. ഇത് കർമ്മനിയമാനുസൃതം എന്ന് കരുതാൻ പാടില്ല. ഭഗവാനും ഭക്തന്മാരും സ്ഥിതി ചെയ്യുന്ന ആധ്യാത്മിക തലത്തിന് സ്വാഭാവികമായതാണിത്. ഒരു ഭൗതിക പ്രവർത്തനമല്ല ഭഗവത് സേവനം. സച്ചിദാനന്ദപൂർണമായ ആധ്യാത്മിക ലോകത്തിലെ ഘടകമാണ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല. എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു, എനിക്ക് ആരോടും അസൂയയില്ല. ഭഗവാൻ ആരോടും അസൂയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ആരെടുത്താണ് അസൂയ ഉണ്ടാകും? സാധാരണ നമ്മളെക്കാളും ഒരു കാര്യം നന്നായിട്ട് ഒരാൾ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? അല്ലേ? നമ്മളെക്കാളും നന്നായിട്ട് ഒരാൾ പാടിയാൽ നമുക്ക് അസൂയ ഉണ്ടാകും. നമ്മളെക്കാളും നന്നായിട്ട് ഒരാൾ സൗന്ദര്യം ഉണ്ടെങ്കിൽ അസൂയ ഉണ്ടാകും. നമ്മളെക്കാളും നന്നായിട്ട് ഒരാൾ മാർക്ക് എടുത്താൽ നമുക്ക് അസൂയ ഉണ്ടാകും. പക്ഷെ കൃഷ്ണൻ ആരുടെ അടുത്തെങ്കിലും അസൂയ ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട്? എല്ലാം പൂർണ്ണമാണ്. അപ്പൊ കൃഷ്ണന് എന്താ പറയാ,
കൃഷ്ണനെ പ്രത്യേകിച്ച് അസൂയപ്പെടേണ്ട കാര്യമില്ല, എല്ലാവരും കൃഷ്ണന്റെ താഴെയാണ്. അതുകൊണ്ട് അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് കറക്റ്റാണ്, എനിക്ക് ആരോടും അസൂയയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അല്ലേ. അടുത്തത് എന്ത് പറയുന്നത്? പക്ഷപാതവുമില്ല. ഒരു പാർഷ്യാലിറ്റി കാണിക്കണോ ഭഗവാൻ അല്ലേ? പാർഷ്യാലിറ്റി കാണിക്കണോ? പക്ഷെ ഭഗവാൻ ഇവിടെ വിവർത്തനത്തിനകത്ത് പറയുന്നത് കാണിക്കുന്നുണ്ട് ചിലരുടെ പാർഷ്യാലിറ്റി. പക്ഷെ ഭഗവാൻ ഇവിടെ എന്താ പറയുന്ന ശ്ലോകത്തില്? എനിക്ക് ആരുടെടുത്തും പക്ഷപാതം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ എല്ലാരും ആരുടെ മക്കളാണ്? പട്ടിയാര് സൃഷ്ടിച്ചു? പൂച്ചയാര് സൃഷ്ടിച്ചു? എല്ലാരെയും ഭഗവാനാണ് സൃഷ്ടിച്ചുവെങ്കിൽ എല്ലാരും ആരുടെ മക്കളാണ്? അപ്പൊ ഇത് പട്ടിയാണ്, ഇത് മനുഷ്യരാണ് എന്ന് ഭഗവാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതും ആരുടെ മക്കളാണ്? ഭഗവാനാണ് സൃഷ്ടിച്ചെങ്കിൽ എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അപ്പോ അവിടെ ഭഗവാന് ഒരു പക്ഷപാതം കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത് എന്ന് പറയും. കറക്റ്റാണ്, എല്ലായിടത്തും സമഭാവം. അതേപോലെയാണ് ഭക്തന്മാരും പണ്ഡിത സമദർശന എന്ന് പറയും. ഭക്തന്മാരും എങ്ങനെ കാണും? ഭഗവാൻ കാണുന്നത് പോലെ തന്നെയാണ് കാണും. എല്ലാ ജീവാത്മാക്കളും ഒന്നാണ്. എന്തുകൊണ്ട് അവരെങ്ങനെ കാണുന്നു? അവരെന്തെങ്ങനെ കാണുന്നു? അവര് ഭഗവാനെ മനസ്സിലാക്കി, ഭഗവാനാണ് എല്ലാരെയും സൃഷ്ടിച്ചു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവരെല്ലാം എൻ്റെ സഹോദരന്മാരാണ് അല്ലെ. ഭഗവാന്റെ മക്കളാണ് ഞാനും, അവരും ഭഗവാൻ സൃഷ്ടിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഇവരെല്ലാരെയും ഒന്നുപോലെ ആര് കാണും? അവരും പട്ടി പൂച്ച ഒന്ന് തിരിച്ചു കാണില്ല അല്ലെ, മനുഷ്യരാണ്, എല്ലാരെയും ഒന്നുപോലെ കാണുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നത്, പക്ഷേ ഭക്തി പുരസ്സരം, അവിടെ കൃഷ്ണൻ തന്നെ പറയുന്നു, പക്ഷേ ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും. അപ്പൊ ആരാണോ ഭഗവാനെ സേവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നത്, സ്നേഹം എന്ന് പറഞ്ഞാൽ സേവനം ഉണ്ടാകും. സ്നേഹമുള്ളിടത്ത് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? സേവനം ഉണ്ടാകത്തുള്ളൂ. ഒരു ഹസ്ബൻഡ് പറയാണ്, എനിക്ക് വൈഫിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷെ ഒന്നും ചെയ്തു കൊടുക്കൂല. അപ്പൊ അവിടെ സ്നേഹം ഉണ്ടാകുമോ? ഇല്ല. സ്നേഹം ഉണ്ടെങ്കിൽ ആ ഹസ്ബൻഡ് എന്ത് ചെയ്യും? എല്ലാം അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അതാണ് സ്നേഹം. അമ്മയ്ക്ക് മക്കളുടെ അടുത്ത് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാതെ രാവിലെ തൊട്ട് അവരെ ഓർത്ത്, അവർക്ക് കുക്ക് ചെയ്ത്, അവർക്ക് വസ്ത്രമെല്ലാം അലക്കി, അവരെ സ്കൂളിൽ വിട്ട് എല്ലാ കാര്യം ചെയ്യുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. സ്നേഹമില്ലെങ്കിൽ അവർ ചെയ്യുമോ? ചെയ്യില്ല. അപ്പോ ഇവിടെ പറയുന്നുണ്ട്, അയാൾ എന്നെ സേവിക്കുന്നു, അയാൾ എൻ്റെ സുഹൃത്തും, ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അങ്ങനെയുള്ള വ്യക്തി എൻ്റെ സുഹൃത്താണ്. എന്നെ സേവിക്കുന്ന വ്യക്തി ആരുടെ സുഹൃത്താണ്? ഭഗവാന്റെ സുഹൃത്ത്. ഭഗവാനും അയാളുടെ സുഹൃത്താണ്. സുഹൃത്തുക്കൾ തമ്മിൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും. ഒരു ഭക്തൻ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും, ഭഗവാൻ എന്ത് ചെയ്യും? ഭക്തനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും. ഇതാണ് സുഹൃത്ത് ബന്ധം. ഇത് നല്ലൊരു റിലേഷനാണ് ഇവിടെ പറയുന്നത്. അവൻ എന്നിൽ അധിവസിക്കുന്നു. അതിന്റെ അർത്ഥം എപ്പോഴും ആ ഭക്തൻ ആരെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു? ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്ന കാര്യം. ശ്രീമദ് ഭാഗവതത്തില് 7ാമത്തെ സ്കന്ധത്തില് തുടക്കത്തില് ചോദിക്കുകയാണ്, പരീക്ഷിത് മഹാരാജ് ശുഭമുനിയുടെ അടുത്ത്, ഈ ഭഗവാൻ എന്തിനാ ഈ ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത്? പക്ഷെ അസുരന്മാരെ എന്തിനാ കൊന്നത് എന്ന് ചോദിച്ചു. അപ്പോ എല്ലാം ഭഗവാന്റെ മക്കളാണെങ്കിൽ, എല്ലാരെയും സമഭാവനയോടി കാണുന്ന വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ദ്രനെ കൊന്നു? അസുരനെ കൊന്നു ഇന്ദ്രന് വേണ്ടിയിട്ട്? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അധർമ്മികളായതുകൊണ്ട്. പക്ഷെ ഭഗവാന്റെ മക്കളാണല്ലോ. പക്ഷെ ഭഗവാൻ ഇവിടെ എന്ത് പറഞ്ഞു? എല്ലാരും ഞാൻ സമഭാവനയോടി കാണുന്നു, തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ തുല്യമാണെങ്കിൽ ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഒരു അമ്മയ്ക്ക് 5 മക്കളുണ്ട്. അപ്പോ ഒരു കുട്ടി തലതെറിച്ചു, നേരെ എല്ലാം തിരിച്ചേ ചെയ്യത്തുള്ളൂ, എല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ആ അമ്മ എന്ത് ചെയ്യും? കൊല്ലുവോ കുട്ടിയെ? പിന്നെന്ത് ചെയ്യും? ആഹാരം കൊടുത്ത് നീ ഇങ്ങനെ തന്നെ ചെയ്യുന്നു പറയുമോ? എന്ത് ചെയ്യും? പണിഷ്മെന്റ് കൊടുക്കും അല്ലെ, പണിഷ്മെന്റ് കൊടുക്കും. അപ്പോ ഇവിടെ അസുരന്മാരെ ഭഗവാൻ നിഗ്രഹിക്കുന്നുണ്ട്. അസുരന്മാരെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ് കൊടുത്തു. അസുരന്മാരെ ഈ അസുര ശരീരം സ്വീകരിച്ചു. അവരുടെ ആത്മാവിനൊന്നും സംഭവിച്ചില്ല. അവർക്ക് ഈ ശരീരത്തിലെ ഈ ഗുണത്തിലിരിക്കുന്ന വ്യക്തികളെ നിഗ്രഹം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവർക്കെല്ലാം മോക്ഷം കൊടുത്തു. മോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ നന്നാക്കി. അപ്പൊ അവിടെ
ചിലപ്പോ ബുദ്ധിയില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഭഗവാൻ പാർഷ്യാലിറ്റി കാണിച്ചു. എന്ത് ചെയ്തു? ഇവരെ കൊന്നു, അവരെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ ഭഗവാൻ ശരിക്കും എന്താ ചെയ്തത്? പാർഷ്യാലിറ്റി കാണിച്ചു. പക്ഷെ എങ്ങനെ കാണിച്ചു? അവർക്ക് നല്ല ഗതിയാണ്, സദ്ഗതിയാണ് അവർക്ക് കൊടുത്തത്, അല്ലാതെ അവരെ പൂർണ്ണമായിട്ട് റിജക്ട് ചെയ്യില്ല. അടുത്ത ഇനി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഈ ഭക്തന്മാരെ ശപിക്കാൻ സാധിക്കുമോ? അല്ലെ, ഭക്തന്മാരെ ശപിക്കാൻ പറ്റുമോ? ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. ഭഗവാൻ എപ്പോഴും ഭക്തനിലുണ്ട്, ഭക്തൻ എപ്പോഴും ആരിലുണ്ട്? ഭഗവാനിലുണ്ട്. ഇവര് രണ്ടുപേരും ഭയങ്കര കണക്ഷനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ശപിക്കാൻ പറ്റുമോ? പരീക്ഷിത് മഹാരാജിനെ ശപിച്ചോ? ഒരു ബ്രാഹ്മണൻ ശപിച്ചു, അല്ലെ? ജയവിജയന്മാരെ വൈകുണ്ഠ ലോകത്തിരുന്ന് ജയവിജയന്മാരെ ആര് ശപിച്ചു? കുമാരന്മാര്. സാധിക്കൂ? ഭഗവാന്റെ ഭക്തന്മാര് വൈകുണ്ഠ ലോകത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, പൂർണ്ണമായിട്ട് ത്രിഗുണത്തിന് അപ്പുറമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ ആര് ശപിച്ചു? 4 കുമാരൻ. അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതും സാധിച്ചു. അപ്പൊ ഇപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്നതൊന്ന്, പ്രവർത്തനം നടത്തുന്നതെല്ലാം വേറൊരു കാര്യം. ഇനി ശപിച്ചിട്ട് എങ്ങനെ ശപിച്ചു? അവരെല്ലാം ഭൂമിയിൽ വരട്ടെ എന്ന് ശപിച്ചു. അപ്പൊ വൈകുണ്ഠ ലോകത്തിൽ നിന്ന് ഒരാൾക്ക് ഭൂമിയിൽ വരാൻ സാധിക്കുമോ? വരാൻ പറ്റും. വൈകുണ്ഠത്തിൽ പോയാൽ, മോക്ഷം കിട്ടി പോയാൽ, അല്ലെ, തിരിച്ച് വരണ്ട എന്നാണ്. മാമുഖേത്യ പുനർജന്മ നാ വിദ്യതേ എന്നാണ് പറയുന്നത്. പുനർജന്മം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ എന്ത് സംഭവിച്ചു? ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേദി തത്വതഃ തെക്വാദേഹം പുനർജന്മ നാ വിദ്യതേ എന്ന് പറയും. അപ്പൊ തെക്വ, ഭഗവാന്റെ ജന്മ കർമ്മമെല്ലാം മനസ്സിലാക്കി ഈ ശരീരം ഉപേക്ഷിച്ചാൽ പുനർജന്മമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ആര് ശപിച്ചു? കുമാരന്മാര് ശപിച്ചു. അവര് ഭൂമിയിൽ വന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ശാസ്ത്രത്തിൽ പറയുന്നെല്ലാം തെറ്റായി, അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുക, ഉണ്ടാവില്ലേ? ഉണ്ടാകും. അപ്പോ ഇങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ഭഗവാൻ ഇപ്പോ അസുരന്മാരെ നിഗ്രഹിച്ചു. അസുരന്മാർക്കെല്ലാം എന്ത് കൊടുത്തു? മോക്ഷം കൊടുത്തു. അപ്പോ ഒരു കുട്ടി ചീത്തയായാൽ അച്ഛനമ്മ എന്ത് ചെയ്യും? പണിഷ്മെന്റ് കൊടുക്കും, ആ കുട്ടി നന്നാവാൻ വേണ്ടി, അല്ലെ? അപ്പൊ അസുരന്മാർക്ക് ഭഗവാൻ എന്ത് കൊടുക്കാം? പണിഷ്മെന്റ് കൊടുക്കാം, എന്നിട്ട് അവരെ നന്നാക്കാം. പക്ഷെ ഇവിടെ വേറൊരാളുടെ കഥയും കൂടെ അവിടെ പറയുന്നു. എന്താണ്? വേന രാജാവുണ്ടായി. വേനൻ എന്ത് ചെയ്തു? വേനൻ ദൈവമേ ഇല്ല, ഭഗവാൻ ഇല്ല, ഇനി മുതൽ എന്നെ എല്ലാവരും ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആരൊക്കെ യജ്ഞം ചെയ്തോ അവരെയെല്ലാം ഉപദ്രവിച്ചു, കൊന്നു, എല്ലാം ചെയ്തു. അങ്ങനെ ഒരു അസുര രാജാവായിട്ട് വേനൻ ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ വേനനെ കൊന്നോ? വേനൻ ആരാ കൊന്നത്? വേന രാജാവിനെ ഭഗവാൻ കൊന്നില്ല. ബ്രാഹ്മണന്മാര്, ഭക്തന്മാര്. അപ്പൊ ഭക്തന്മാരും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, സ്വർണവും വജ്രവും പോലെയാണ്, അല്ലെ? വജ്രം എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാനാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരാണ്. ഈ സ്വർണത്തിൽ ഒരു വജ്രകല്ല് ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അതിന്റെ മഹാത്മ്യം കൂടും. അതുപോലെ ഇവർ രണ്ടുപേരും അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ കൊന്നില്ല. ആരെ കൊന്നില്ല? വേനനെ കൊന്നില്ല. പക്ഷെ വേനനെ ആര് കൊന്നു? ഭഗവാന്റെ ഭക്തന്മാര് കൊന്നു. അപ്പം എപ്പോഴും അസുരന്മാരെ കൊല്ലാൻ ആര് വരേണ്ട ആവശ്യമില്ല? ഭഗവാൻ വരേണ്ട ആവശ്യമില്ല. ഭഗവാൻ ആരായിരിക്കും? ഭഗവാന്റെ അതേ ക്വാളിറ്റി ഉള്ള ഭക്തന്മാരെ അയച്ചിട്ട് ആ കാര്യം അവിടെ ചെയ്യും. അപ്പൊ ഇവിടെ എന്തിനാ വേനനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ കാര്യം. വേനൻ ഈ ശിശുപാലനെ ഭഗവാൻ കൊന്നു, അല്ലെ? രാജസൂയ യജ്ഞം നടക്കുമ്പോ ഭഗവാൻ എന്ത് ചെയ്തു? അസുരനെ കൊന്നു. അപ്പൊ യുധിഷ്ഠിര മഹാരാജ് നാരദ മുനിയോട് ചോദിക്കാണ്, ശിശുപാലൻ ഇങ്ങനെ 100 ചീത്ത പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട്, ജനിച്ച അന്ന് മുതൽ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെ ചീത്ത പറയും? കൃഷ്ണനെ. അപ്പൊ പറയാണ്, അപ്പൊ 4 കൈയോടെയാണ് ശിശുപാലൻ ജനിക്കുന്നത്. അപ്പൊ മാമന്റെ മകനാണ് ശിശുപാലൻ. അപ്പൊ കൃഷ്ണൻ അവിടെ ചെന്ന് ശിശുപാലനെ നോക്കാൻ പോയപ്പോ 4 കൈയോടി കുഞ്ഞു കിടക്കുന്നു. ഒരു അതിശയമായിട്ട്, സാധാരണ 2 കൈയോടി ഇരിക്കും, ഇവിടെ 4 കൈയിൽ കുട്ടി കിടക്കുന്നു. അപ്പൊ കൃഷ്ണൻ ചിരിച്ചിട്ടേ പോയിട്ട് ആ കുട്ടിയെ തൊട്ടത് 2 കൈ കാണാൻ പറ്റും. പിന്നെ ഓർഡിനറി സാധാരണ കുട്ടിയെ പോലെ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇതെന്താ? കുട്ടിക്ക് 2 കൈ. കൃഷ്ണൻ തൊട്ടു. ഇമ്മീഡിയറ്റ് ആയിട്ട് അശ്വരീരി കയറുന്നു. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടി ആരാണോ ഈ കുട്ടിയെ തൊട്ട് 2 കൈ പോയോ ആ വ്യക്തിയായിരിക്കും ഈ കുട്ടിക്ക് മരണകാരണം. അപ്പൊ ആര് കാരണം ഈ കുട്ടി മരിക്കും? കൃഷ്ണൻ കാരണം. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. സ്വന്തം സഹോദരന്റെ മകനാണ്
പക്ഷെ ഈ കുട്ടിയായിരിക്കും എൻ്റെ മകനെ കൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് കൃഷ്ണന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറയും, നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ പറയും, ഞാൻ കൊല്ലില്ല, പക്ഷെ ഒരു കാര്യം, എന്നെ 100 ചീത്ത പറയും വരെ ഞാൻ കൊല്ലില്ല. 101 തുടങ്ങിയാൽ അപ്പോൾ അവൻ കൊല്ലപ്പെടും എന്ന് പറയും. അപ്പൊ ഇത് കേട്ടതും 100 ചീത്ത. അപ്പൊ അമ്മ വിചാരിച്ചു, ആരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 100 ചീത്ത പറയും, 1 പറയും, 2 പറയും, അല്ലെങ്കിൽ ഒരു 10 എണ്ണം പറയും, 100 എണ്ണം ആര് കണ്ടിന്യൂസ് ആയിട്ട് പറയാനാണ്? അപ്പൊ അമ്മ പറഞ്ഞു, ഓക്കെ, അത് ഓക്കെ, എനിക്ക് അങ്ങനെ. അപ്പൊ പലപ്പോഴും കൃഷ്ണനെ ചീത്ത പറയുന്നതിലാണ് ആരുടെ ജോലി? ഈ ശിശുപാലൻ. അങ്ങനെ രാജസൂയ യജ്ഞം നടക്കുമ്പോൾ യജ്ഞത്തിലെ യജമാനായിട്ട് ഭീഷ്മര് പറയും, അതിൽ ബെസ്റ്റ് വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. യുധിഷ്ഠിര മഹാരാജ് പറയും, ഭീഷ്മർ പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ കൃഷ്ണനെ തന്നെ ആ യജ്ഞത്തിന് മെയിൻ വ്യക്തിയായിട്ട് ഇരിക്കാം, മുഖ്യ വ്യക്തിയായിട്ട് ഇരുത്താം. അങ്ങനെ കൃഷ്ണൻ ഇരിക്കുന്നത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ശിശുപാലനെ ഇഷ്ടപ്പെട്ടില്ല. ശിശുപാലൻ ചീത്ത പറയും, ഇയാൾ വളരെ മോശമാണ്, ഈ അച്ഛൻ ആരാണെന്ന് അറിയില്ല, ആ അച്ഛനാണ്, ഈ അച്ഛനാണ്, നന്ദബാബയാണോ വസുദേവരാണോ, ഇയാൾ മാടി മേച്ചുകൊണ്ട് നടക്കുകയാണ്, പെണ്ണുങ്ങളുടെ വസ്ത്രമൊക്കെ മോഷ്ടിച്ചു, എപ്പോഴും പെണ്ണുങ്ങളുടെ ബാക്കിലാണ് നടക്കുന്നത്. ഇങ്ങനെ ഓരോന്നും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം സരസ്വതി ദേവി മാറ്റിയത് ഗ്ലോറിഫിക്കേഷൻ ആയിട്ട് ആക്കും. എന്നിരുന്നാലും ഈ 199 എണ്ണം പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഭീമൻ പോയി കൊല്ലാൻ പോവും, യുധിഷ്ഠിര മഹാരാജ് കൊല്ലാൻ പോവും, അർജുനൻ എല്ലാവരും ഇങ്ങനെ നിർത്തി വെച്ചിരിക്കും. 101 പറഞ്ഞതും കൃഷ്ണൻ പോലും പറഞ്ഞില്ല. കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സുദർശന ചക്രം വന്നിട്ട് ആരെ കൊന്നു? ശിശുപാലനെ കൊന്നു. ശിശുപാലനെ കൊന്നതും ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നേരെ കൃഷ്ണന്റെ പാദത്തിൽ പോയി ചേർന്ന് അങ്ങനെ മോക്ഷം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിശയായി. സാധാരണ ഭഗവാനെ മോശം പറഞ്ഞാൽ അവരുടെ നാവിൽ കുഷ്ഠം പിടിച്ചിട്ട് നരകത്തിൽ പോകുമെന്നാണ് പറയും. പക്ഷെ ഇവിടെ ശിശുപാലൻ എങ്ങനെയൊന്നും സംഭവിച്ചില്ല. നരകത്തിൽ പോകേണ്ട വ്യക്തിയാണ്, അങ്ങനെ നരകത്തിൽ പോയില്ല. പക്ഷെ ശിശുപാലന് ഇപ്പൊ എന്ത് സംഭവിച്ചു? മോക്ഷം കിട്ടി. സംശയം ഉണ്ടാകില്ലേ? ഉണ്ടാകും. യുധിഷ്ഠിര മഹാരാജ് ആരെടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നാരദമുനി ഉണ്ടായിരുന്നു. നാരദമുനി ചോദിച്ചു. നമുക്ക് എപ്പോൾ സംശയം ഉണ്ടായിരുന്നാലും, ഭൗതികമായിരുന്നാലും ആധ്യാത്മികമായിട്ട് ഉണ്ടായിരുന്നാലും, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നാൽ നമ്മൾ ആരെടുത്ത് പോകണം? നമ്മുടെ ആധ്യാത്മിക ഗുരുയുടെ അടുത്ത് പോയാൽ നമുക്ക് അനുഗ്രഹം കിട്ടും, ബ്ലെസ്സിങ്സ് കിട്ടും. ആ വാക്കുകൾക്ക് അത്രയും ശക്തിയുണ്ട്. അത് ഇവിടെ പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ നാരദമുനിയെ ആശ്രയിച്ചത് നാരദമുനി പറയും, കാരണം പറയും എന്തുകൊണ്ടാണ് ഈ ശിശുപാലന് മോക്ഷം കിട്ടി എന്ന് പറഞ്ഞിട്ട്. കാരണം ശിശുപാലൻ ഓരോ പ്രാവശ്യം ഭഗവാനെ ചീത്ത പറയുമ്പോൾ ആരെയാണ് വിചാരിക്കും? അല്ലെ, ഞാൻ സുധീഷിനെ ചീത്ത പറയണമെങ്കിൽ വിജയമുദപ്പുവിനെ എങ്ങനെ ആലോചിച്ചിട്ടാണ് ചീത്ത പറയും? ആരെ തന്നെ ആലോചിക്കും? സുധീഷിനെ തന്നെ വിചാരിച്ചുകൊണ്ടായിരിക്കും ഞാൻ ചീത്ത പറയുന്നത്. അപ്പോൾ സുധീറിനെ ഒരാളെ മനസ്സിൽ കണ്ടുകൊണ്ട് അയാളെ തന്നെ ചീത്ത പറയും. അങ്ങനെ ഓരോ പ്രാവശ്യം ചീത്ത പറയുമ്പോൾ ആരെയാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? ശിശുപാലൻ ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് ചീത്ത പറയുകയാണ്. അങ്ങനെ ആ വിചാരം ആണ് ആ വ്യക്തിയുടെ നന്മയായി മാറിയത്. അപ്പൊ ഭഗവാനെ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ, ഒരു വ്യക്തി ഭഗവാനെ സ്മരിച്ചാൽ തന്നെ മതി, അതും ഭഗവാൻ അനുഗ്രഹമായിട്ട് എടുക്കും. ഭഗവാൻ എന്താണ്? അനുഗ്രഹം കൊടുക്കും, അതിനൊരു കാരുണ്യമായിട്ട് എടുത്തിട്ട്. അപ്പൊ ഇതാണ് ഭഗവാന്റെ ക്വാളിറ്റി. ഭഗവാൻ ആരാണെന്ന് വെച്ചാൽ ഇത്രയും കാരുണ്യമുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ. ഇവിടെ പറയാണ്, ഈ വണ്ട് ഒരു പ്രത്യേകതര വണ്ട്. ഇതെന്ന് വെച്ചാല് പുഴുവെല്ലാം എടുത്ത് ഒരു ഇങ്ങനെ വീട്ടിനകത്ത് പുഴു വെച്ച് അതിന് മണ്ണ് കൊണ്ട് അടച്ചിങ്ങനെ വെച്ചിരിക്കും. എന്തിനാ വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞാല് ഈ പുഴു വണ്ടായിട്ട് മാറും. അപ്പോ ഇത് എങ്ങനെ സംഭവിക്കുന്നു വെച്ചാല് ഒരു പ്രാവശ്യം കൊണ്ട് പുഴു കൊണ്ട് ചേർത്ത് വയ്ക്കും, ഇലയും പുഴുവെല്ലാം കൊണ്ട് വെച്ച് മണ്ണ് കൊണ്ട് കവർ ചെയ്യും. അടുത്ത പ്രാവശ്യം കുറച്ചു നേരം കഴിഞ്ഞ് ശ്രന്ന് വരും, വന്നിട്ട് ഇതിനെ ഹോൾ ഇട്ടിട്ട് അതിന് 5-6 കുത്തു കുത്തും. ഈ പുഴുവിന് 5-6 കുത്തു. അപ്പൊ ആലോചിച്ച് നോക്കും, പുഴു ഇങ്ങനെ കിടന്ന് പിടയ്ക്കും, ഈ വേദന സഹിക്കാൻ വയ്യാതെ. ഇങ്ങനെ അടുത്തത് മണ്ണിട്ട് മൂടിയിട്ട് അങ്ങ് പോകും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് അത് ഹോൾ ഇട്ടിട്ട് പിന്നെ 5-6 കുത്തു പോകും, ഇഞ്ചക്ഷൻ ഇട്ട് കുത്തും പോലെ. അപ്പൊ ഈ പുഴു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, ഇപ്പൊ പിന്നെ അടുത്തത് എന്നെ വന്ന് കുത്തും. ആര് കുത്തും? ഈ വണ്ടിനെ തന്നെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് ഈ പുഴു ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ചു നാൾ കഴിഞ്ഞ ഉടനെ ആ പുഴു മനസ്സിൽ അങ്ങനെ ധ്യാനിച്ചത് കൊണ്ട് അത് വണ്ടായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ സ്മരണയില് എപ്പോഴും റോങ് ആയിട്ടാണ് സ്മരിച്ചത്, സ്നേഹം കൊണ്ടല്ല സ്മരിച്ചത്. പുഴു ഇപ്പൊ എങ്ങനെ സ്മരിച്ചു? എന്നെ വന്ന് കുത്താൻ വരും ഓരോ പ്രാവശ്യം സ്മരിച്ചതും ആ സ്മരണ ഓട്ടോമാറ്റിക്കായിട്ട് പുഴു എന്തായിട്ട് മാറി? വണ്ടായിട്ട് മാറി. ഇതുപോലെ
ശിശുപാലൻ എപ്പോഴും ഭഗവാൻ എന്നെ കൊല്ലാൻ വരും, ഭഗവാൻ ഇഷ്ടമില്ലാതെ ഈഗോ കാരണം അദ്ദേഹത്തിനെ കുറിച്ച് മോശം ഇങ്ങനെ വിചാരിച്ചു കൊണ്ടേയിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ശിശുപാലൻ മോക്ഷം കൊടുത്തു. അല്ലെ? അപ്പോ ജയവിജയന്മാരെ ഒരിക്കലും വൈകുണ്ഠത്തിൽ ഇരുന്ന് ശപിക്കാൻ പറ്റില്ല. കാരണം വൈകുണ്ഠലോകം പരിശുദ്ധമായ സ്ഥലമാണ്. ആ സ്ഥലത്തിൽ ആരെങ്കിലും ശപിക്കാൻ പറ്റുമോ? അവിടെ ആർക്കും ദ്വന്ദ്വങ്ങളില്ല, ഈഗോ ഇല്ല. അവിടുത്തെ ശരീരം എന്താണ്? ഭൗതിക ശരീരമല്ല, ആധ്യാത്മിക ശരീരമാണ്. അപ്പൊ ആധ്യാത്മിക ശരീരത്തിലുള്ള ഒരു വ്യക്തിയെ ഭൗതികമായ വിഷയം പറഞ്ഞാൽ അത് ശാപമേൽക്കില്ല. പിന്നെ എന്തിനാ അവിടെ ശാപമേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഭഗവാൻ തീരുമാനിച്ചു. ആരാണ് ഭഗവാൻ? എന്ത് തീരുമാനിച്ചു? ഇവര് രണ്ടുപേരും എന്റെ ലീലയിൽ പങ്കെടുക്കണം. അതായത് ഒരു സിനിമ, ഒരു മൂവി എടുക്കുന്നു എന്നിരിക്കട്ടെ, അതിൽ മോഹൻലാലാണ് അഭിനയിക്കുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു 2 വ്യക്തികൾ, കോമഡി ആക്ടർ 2 പേര് വേണം, അല്ലെങ്കിൽ വില്ലൻ 2 പേര് വേണമെങ്കിൽ ആരെങ്കിലും റോഡിൽ പോകുന്നവരെ അഭിനയിക്കാൻ വിളിക്കുമോ? ആരെ വിളിക്കും? ബെസ്റ്റ് ആയിട്ടുള്ള 2 പേരെ വിളിക്കും, അല്ലെ? അവര് 2 പേര് നല്ല 2 ആക്ടറെ ഇട്ടാലേ ആ മൂവി നന്നായിരിക്കും, ആ സിനിമ കാണാൻ നന്നായിരിക്കത്തുള്ളൂ. ചുമ്മാ റോഡിൽ പോണ 2 പേരെ വിളിച്ച് അഭിനയിക്കാൻ വിളിക്കില്ല. അതുപോലെ ഭഗവാൻ ലീല ചെയ്യാനായിട്ട് ഭൂമിയിൽ വരുമ്പോ ഭഗവാന് തുല്യമായിട്ട് 2 വില്ലന്മാർ വേണം. അതിന് വേണ്ടിയിട്ട് ഭഗവാൻ ആരെ സെലക്ട് ചെയ്തു? ഇവര് 2 പേരും സെലക്ട് ചെയ്തു. അപ്പൊ അത് ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ശപിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ശാപം എവിടെ ഏൽക്കില്ല? വൈകുണ്ഠ ലോകത്തിൽ ആരെയും ശപിക്കാൻ സാധിക്കില്ല. അങ്ങനെ അവര് 2 പേരും 3 ജന്മം ആരായിട്ട് വന്നു? അസുരന്മാരായിട്ട്. അസുരന്മാരായിട്ട് 3 ജന്മം വന്ന് ജനിച്ചപ്പോഴും ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇവരെ ഓരോരുത്തരെയും കൊന്നു. അപ്പോ അവിടെ എല്ലാം കംസനെ കൊന്നുവെങ്കിൽ കംസൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ പേടി കാരണം ഭഗവാനെ എപ്പോഴും സ്മരിച്ചു. കാരണം അശരീരി കേട്ട് ദേവിയുടെ പുത്രനാണ് നിന്നെ കൊല്ലാൻ പോകുന്നു, അന്ന് പേടിച്ചു. അതുവരെ ഭയങ്കര സ്നേഹമായിട്ട് സഹോദരിയുടെ കൂടെ ഇരുന്ന ആള് അശരീരി കേട്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് തല പിടിച്ചു എത്തിക്കൊള്ളാൻ വേണ്ടി. അപ്പൊ അതെന്തുകൊണ്ടാ? പേടി. ആൾക്കാർ എന്തുകൊണ്ടാ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിയാണ്. ഇവൻ എന്നേക്കാൾ വളർന്നു പോകും, ആ ഒരു പേടി. അതുകൊണ്ട് അവനെ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ നാളെ എന്നെ കൊന്നുകളയും, അതുകൊണ്ട് ഞാൻ ഇവനെ കൊന്നുകളയും. ഇവൻ കാരണം എന്റെ ജീവൻ അപകടമാകും, അതുകൊണ്ട് ഞാൻ കൊല്ലാം. അപ്പൊ പേടി കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു ജീവി ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാണ്. പട്ടിയെ ചവിട്ടിയാലേ പട്ടി കടിക്കത്തുള്ളൂ, പക്ഷെ പാമ്പിന്റെ അടുത്ത് പോയാൽ തന്നെ കടിക്കും. കാരണം അത്രയും അസൂയുള്ള ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. പാമ്പിന്റെ അടുത്ത്, കാരണം അതിന് എന്താ പേടിയെന്ന് വെച്ചാൽ അത് ഒരു പാമ്പ് നേരെ നമ്മളെ തേടി ഒന്ന് കടിക്കില്ല. പക്ഷെ പാമ്പിന്റെ അടുത്ത് പോകുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നുള്ള പേടി കാരണം പാമ്പ് എന്ത് ചെയ്യും? അത്രയും അസൂയ. അപ്പോ ആരാണ് നമ്മളെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്, പെട്ടെന്ന് നമ്മളെ എന്താ പറയാ നമ്മുടെ അടുത്ത് ഉപദ്രവം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളെക്കാളും കൂടുതൽ പേടിയാണ് എന്ന് മനസ്സിലാക്കണം, അല്ലെ? അപ്പോ കംസൻ ഇപ്പൊ എന്താ പേടി? കൃഷ്ണൻ കൊല്ലാൻ വരും. അവർ ഡെയിലി കൃഷ്ണനെ വിചാരിച്ചുകൊണ്ടേയിരുന്നു. കൃഷ്ണൻ ഇങ്ങനെ വരുവോ, കഴുതയായിട്ട് വരുവോ, അല്ല പക്ഷിയുടെ രൂപത്തിൽ വരുവോ? ഇങ്ങനെ ഓരോ അസുരന്മാരെ അയച്ചു. ഓരോ രീതിയിലും ആര് പേടിച്ചുകൊണ്ടിരുന്നത്? കൃഷ്ണനെ കണ്ട് കംസൻ പേടിച്ചു. അതുകൊണ്ടാണ് കംസനെ കൊന്നപ്പോ കംസൻ മോക്ഷം കൊടുത്തു. പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. എന്തുകൊണ്ടാണ്? അസുര സ്ത്രീയായിരുന്നാലും മകനെ പോലെ വിചാരിച്ചു, ഒരു ക്ഷണം വിചാരിച്ചു. അപ്പൊ അത് കാരണം പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. പക്ഷെ വേനന് മാത്രം മോക്ഷം കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? അസുരനാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു എല്ലാരെയും ഞാൻ തുല്യമായിട്ട് സമഭാവനയോടെ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആർക്കും മോക്ഷം കൊടുക്കണമായിരുന്നു? വേനനും കൊടുക്കണമായിരുന്നു, അല്ലെ? പക്ഷെ വേനന് കൊടുത്തില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ വേനൻ ഒരിക്കലും ഭഗവാനെ സ്മരിച്ചില്ല. ഭഗവാൻ എന്നെ കൊല്ലാൻ വരുമോ എന്ന് മറ്റുള്ളവര് സ്മരിച്ചു. പക്ഷെ വേനൻ അങ്ങനെയും സ്മരിച്ചില്ല. ഭഗവാനേ ഇല്ല, ഇനി മുതലേ എല്ലാവരും എൻ്റെ നാമം ജപിക്കണം എന്ന് സ്വയം വിചാരിച്ചു. ഞാനാണ് വലിയവൻ എന്ന് വിചാരിച്ചു. അതാണ് വേനനെ കൊന്നത്. പ്രഭുപാദ് പറയുന്നുണ്ട്, മായാവാദികൾ ഭഗവാന് രൂപമില്ല ഭഗവാനില്ല എന്ന് പറയും. അവരാരെ പോലെയാണ്? അവർക്ക് മോക്ഷം ഉണ്ടാവില്ല. കാരണം ഭഗവാൻ എന്നെ കൊല്ലാൻ വരും, ഭഗവാൻ എന്റെ ശത്രുവാണെന്ന് വിചാരിക്കും. ഇവർ അതുപോലും വിചാരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ പിന്നെ എന്തിനാ ഇന്ദ്രനെ സഹായിക്കുന്നു? ഇന്ദ്രനെ സഹായിക്കുന്നത് കൊണ്ട് ഭഗവാൻ എന്ത് ലാഭമാണ്? ഭഗവാന് ദ്വന്ദ്വമില്ല. സുഖ ദുഃഖം, ലാഭനഷ്ടം,
വിജയം പരാജയം ഇതിലൊന്നും പെടാത്ത വ്യക്തിയാണ് ഭഗവാൻ. സ്പെഷ്യലാണ് അല്ലേ? കാരണം ഇതിനെല്ലാം ഉപരിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. പിന്നെ ഇന്ദ്രനെ സഹായിക്കുന്നത് കൊണ്ട് എന്ത് ലാഭമാണ് കൃഷ്ണനുള്ളത്? ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്താൽ അദ്ദേഹം എനിക്ക് കുറേ എന്തെങ്കിലും തരും, പ്രസാദം തരും, പൈസ തരും, അപ്പൊ എനിക്ക് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ഇന്ദ്രന് എനിക്ക് എന്താ തരാൻ? എല്ലാം ഞാനാണ് ഇന്ദ്രന് കൊടുത്തത്. ഭഗവാനാണ് എല്ലാമേ ഇന്ദ്രന് കൊടുത്തത്. ഇന്ദ്രനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഭഗവാനെ? ഒന്നും കിട്ടാനില്ല. പിന്നെ എങ്ങനെയാ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് സന്തോഷം കിട്ടും എന്ന് ചോദിച്ചാൽ, ദേവന്മാർക്ക് ഒരു നല്ല ഗുണമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ദേവന്മാർ ഇമ്മീഡിയറ്റ് ആയിട്ട് കേൾക്കും അല്ലെ? മനുഷ്യന്മാരെ അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ തമോ ഗുണത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശാസ്ത്രത്തിൽ ഇപ്പൊ പ്രഹ്ലാദ മഹാരാജ് എടുത്താൽ തന്നെ, അല്ലെങ്കിൽ ധ്രുവ മഹാരാജ് എടുത്താൽ, ധ്രുവ മഹാരാജിന്റെ അടുത്ത് ധ്രുവ മഹാരാജ് ചക്രവർത്തിയായിരുന്നു, നല്ല രാജാവാണ്, ഒരുപാട് കാലം രാജ്യം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ സഹോദരനെ ഗന്ധർവന്മാരെ കൊല്ലാൻ പോയപ്പോ ധ്രുവ മഹാരാജ് എന്ത് ചെയ്തു? ആ ഗന്ധർവന്മാരെ, സഹോദരനെ കൊന്നത് കാരണം ഗന്ധർവന്മാരെ ഫുൾ കൊന്നു തള്ളുകയാണ്. അപ്പോ പ്രജേതസ് സ്വയംഭൂമന് വന്നിട്ട് പറയും, നീ യുദ്ധം സ്റ്റോപ്പ് ചെയ്യും, ഈ ഗന്ധർവന്മാരെ കൊല്ലരുത് എന്ന് പറയും. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് കേൾക്കും അല്ലെ? അപ്പോ അവര് കേൾക്കും. അതേപോലെ പ്രജാപതി എന്തെച്ചാല് യജ്ഞം തീർന്നിട്ട് അവര് വൃക്ഷങ്ങൾ, കാട് കൂടിപ്പോകും. എത്രയോ കാലം തപസ് ചെയ്ത് പുറത്തു വന്നപ്പോൾ കാടുകളെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പൊ അവര് കാട് ഒരുപാട് മരങ്ങൾ കൂടിയത് കൊണ്ട് അവരെല്ലാം കത്തിച്ചു കളയാൻ പോകും. അപ്പോ അതുപോലെ ഋഷിമാര് വന്ന് പറഞ്ഞതും അവർ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ ഇതെല്ലാം നല്ല ഗുണമാണ്. അതായത് രാവണന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മണ്ഡോദരി പറഞ്ഞു, വൈഫ് പറഞ്ഞു, സീതാദേവി വിട്ടേക്ക്, അത് അപകടമാണെന്ന് പറഞ്ഞു, കേട്ടില്ല. സഹോദരൻ പറഞ്ഞു, വിഭീഷണൻ പറഞ്ഞു, സീതാദേവി വിട്ടേക്ക്, അപകടമാണെന്ന് പറഞ്ഞു, കേട്ടില്ല അല്ലെ? അപ്പോ ഋഷിമാര് പറഞ്ഞു, ആര് പറഞ്ഞിട്ടും കേട്ടില്ല. മാരീച്ചൻ പറഞ്ഞു, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് രാവണന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു, ഇത് അപകടമാണ്, നിനക്ക് സീതാദേവിയെ വിട്ടേക്കുന്നു, കേട്ടില്ല. ഇതാണ് അസുര ബുദ്ധി. എന്ത് പറഞ്ഞാലും ശരി തന്നെ അതിനകത്തൊരു ന്യായം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇത് അസുരന്മാരുടെ സ്വഭാവമാണ്. പക്ഷെ ദേവന്മാർ ഒരു തെറ്റ് കാണിച്ചാൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പിന്നെ ചെയ്യില്ല. ഇതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും ആരെ സഹായിക്കുന്നത്? ഭഗവാൻ എപ്പോഴും ഭക്തന്മാരെ സഹായിക്കുന്നത്. ഭക്തന്മാരെ എപ്പോഴും എങ്ങനെ അട്രാക്ട് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്തന്മാർക്ക് പലതരത്തിൽ, ഇപ്പോ ഒരു ഗോപികളെ എങ്ങനെയാ ഭഗവാനെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ, ഗോപികൾക്ക് കാമം ഉണ്ടായിരുന്നു കൃഷ്ണന്റെ അടുത്ത്. കൃഷ്ണനെ കല്യാണം കഴിക്കണം, കൃഷ്ണന്റെ കൂടെ നൃത്തം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർ എപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹിച്ചത് കൊണ്ട് ഭഗവാൻ മിഡ് നൈറ്റിൽ, പാതിരാത്രി പോലും ഗോപികളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോയി. പക്ഷെ അവരെല്ലാം ചെറിയ കുട്ടികളാണ്. നമ്മുടെ കാമം പോലെ അല്ല ആരുടെ കാമം? ഇവരുടെ ഗോപികളുടെ കാമം. ഇവിടെ ഭൗതികമായ കാമമാണ്, ഇവിടെ ആധ്യാത്മികമാണ്. അപ്പൊ പ്രഭുപാദ് പറയുന്നുണ്ട്, അങ്ങനെ രാധാകൃഷ്ണ ലീല അല്ലെങ്കിൽ ഈ രാസലീല നമ്മൾ സ്മരിച്ചാൽ തന്നെ നമ്മുടെ കാമം പോകും, അത്രയും പവിത്രമായതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ എപ്പോഴും ആരുടെ ഒപ്പം ഉണ്ടായിരുന്നവരും. യശോദ അമ്മ എപ്പോഴും കൃഷ്ണനെ തന്നെ സ്മരിക്കും, വെണ്ണ ഉണ്ടാക്കുമ്പോഴും ബാക്കി സേവനം ചെയ്യുമ്പോഴുമെല്ലാം. അതുകൊണ്ട് കൃഷ്ണൻ ആരുടെ മകനായിട്ട് ജനിച്ചു? യശോദയുടെ മകനായിട്ട് ജനിച്ചു. യശോദയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഗോപന്മാരെ എപ്പോഴും എന്ത് ചെയ്യിച്ചാല് ഏത് സമയവും ഒരു കാട്ടിൽ പല കാര്യങ്ങൾ, കൃഷ്ണൻ ആ ഗോപിക്കകത്ത് പോകരുതെന്ന് പറയുമ്പോൾ പോകും. എന്തുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞിട്ടും കേൾക്കാതെ പോയി? എന്തെങ്കിലും അപകടം പറ്റിയാൽ ആരും എന്നെ രക്ഷിക്കും, കൃഷ്ണൻ എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കൃഷ്ണ എന്ന് വിളിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. കാട്ടു തീ വന്നപ്പോൾ എല്ലാവരും പേടിച്ചു, പക്ഷെ ഗോപന്മാര് കൃഷ്ണ എന്ന് വിളിച്ചു, കൃഷ്ണൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് രക്ഷിച്ചു. അപ്പൊ എപ്പോഴും കൃഷ്ണനെ തന്നെ ഗോപന്മാര് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? അവരെ സഹായിക്കാൻ അവരോടൊപ്പം എത്തി എന്ന് പറയാം. അപ്പൊ ശിശുപാലനെ എപ്പോഴും എന്താ വെച്ചാല് ദ്വേഷമുണ്ടായിരുന്നു, കൃഷ്ണനെ കുറിച്ച് മോശം തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് കൃഷ്ണൻ വന്നു. പക്ഷെ കൃഷ്ണൻ എന്നിട്ടും മോക്ഷം കൊടുത്തു. സ്മരണ. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എപ്പോഴും കൃഷ്ണനെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ അതിനെ ബെനിഫിറ്റ് ഉണ്ട്. റൈറ്റ് ആയിട്ടോ റോങ് ആയിട്ടോ എങ്ങനെ സ്മരിച്ചാലും നമുക്ക് എന്തുണ്ടാവും? പക്ഷെ റൈറ്റ് ആയിട്ട് സ്മരിച്ചാൽ ഭഗവാന്റെ പാർഷ്യാലിറ്റി ഉണ്ടാകും. പാർഷ്യാലിറ്റി ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നാൽ പോലും ശരിക്കും കൃഷ്ണനെ സ്നേഹിച്ചാൽ കൃഷ്ണൻ ഏത് അവസരത്തിലും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നത്.
അപ്പൊ ഹിരണ്യകശിപുവിന് എങ്ങനെ മോക്ഷം കിട്ടി? ഹിരണ്യകശിപു ഭഗവാനെ സ്മരിച്ചില്ല. വേനനെ പോലെ എപ്പോഴും എന്റെ നാമം ജപിക്കുക എന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെ മോക്ഷം കിട്ടി? ഹിരണ്യകശിപു ഭഗവാനെ സ്മരിച്ചില്ല, പക്ഷെ ഹിരണ്യകശിപു പ്രഹ്ലാദനെ സ്മരിച്ചു. പ്രഭുപാദ് പറയും എപ്പോഴും ഹിരണ്യകശിപു ആരെ സ്മരിച്ചുകൊണ്ടിരിക്കും? എന്റെ മകൻ ഇങ്ങനെ എന്റെ ശത്രുവായ ഭഗവാൻ നാരായണന്റെ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്നു, എന്റെ മകൻ ഇങ്ങനെയായി പോയല്ലോ, എന്റെ മകൻ കാരണം എനിക്ക് നാണക്കേടുണ്ടായല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും പ്രഹ്ലാദനെ സ്മരിച്ചു. അപ്പൊ ഭഗവാനെ സ്മരിച്ചാലും ഭഗവാന്റെ ഭക്തനെ സ്മരിച്ചാലും ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഹിരണ്യകശിപുവിനോട് മോക്ഷം കിട്ടും അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ വജ്രമാണെങ്കിൽ ഭക്തന്മാര് സ്വർണമാണ്. ഇവര് രണ്ടുപേരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സക്സസ്ഫുൾ ആക്കാം. അപ്പൊ ഇവിടെ പ്രഭുപാദ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചു അല്ലെ, ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ഇത് ഉണ്ടാക്കി ഇവിടെ നമുക്ക് എന്താ ബെനിഫിറ്റ്? എല്ലാ ആഴ്ചയും ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ വരുമ്പോ നമ്മള് നാമകീർത്തനം ചെയ്യും, ഭഗവാന്റെ നാമം ജപിക്കും, എല്ലാ ഭക്തന്മാരുടെ ഒപ്പം ജപിക്കും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ സമയത്ത് വീട്ടുകാരി പലപ്പോഴും ആരും ചിന്തിക്കില്ല. ഇവിടെ ഇരിക്കുമ്പോ കീർത്തനത്തിന്റെ ഒപ്പം പാടും, എല്ലാരും കേട്ട് പാടും. അപ്പൊ അത് തന്നെ ഭഗവത് സ്മരണയാണ്. ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചു നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് അറിയാതെ കേൾക്കുമ്പോ ഭഗവത് സ്മരണയായി. ചിലര് എപ്പോ പ്രസാദം കിട്ടും, എപ്പോ വന്ന മുതൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എപ്പോ പ്രസാദം സമയമായി, മണി 1 പ്രസാദം കഴിച്ചപ്പോഴും ഇങ്ങനെ പ്രസാദ സ്മരണയിലേ ഇരിക്കും, അവർക്ക് മോക്ഷം കിട്ടും. അപ്പോ സ്മരണ എന്താണ്? കൃഷ്ണപ്രസാദത്തിനെ കുറിച്ച് ആലോചിച്ചത് കൊണ്ട് നിറയെ ഡിവോട്ടി ഉണ്ട്. ഒരു മഹാരാജുണ്ട്, ടെമ്പിളിൽ പോകുന്നതിന് മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മഹാരാജാണ്. ടെമ്പിളിൽ പോകുന്നത് എന്തിനാണ്? പ്രസാദത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ക്ലാസ് എടുക്കും, ക്ലാസ്സിലൊന്നും താല്പര്യമില്ല, എപ്പോ പ്രസാദം തരും, എപ്പോ. അവസാനം അദ്ദേഹം സന്യാസിയായി, അവസാനം തിരിച്ചും പോയി അദ്ദേഹം. അപ്പോ പ്രസാദം സ്മരിച്ചാലും നമുക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടും അല്ലെ? സമൂഹം സർവഭൂതേഷു എന്ന് പറയുന്നത് എല്ലാവരും ഭഗവാന് തുല്യമായിരുന്നാലും ഭഗവാൻ ഇടയ്ക്ക് ഒരു എന്താണ് ഭക്തന്മാരുടെ അടുത്ത് ഒരു സ്നേഹം കാണിക്കാൻ കാരണം അതാണ്. അപ്പൊ സതതം കീർത്തയന്തോ മാം എന്ന് പറഞ്ഞ് എപ്പോഴും ഭഗവാനെ കീർത്തിക്കുക ഏതെങ്കിലും മാർഗത്തിൽ. അപ്പൊ സത്സംഗത്തിൽ വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ എല്ലാ കാര്യവും, വീട്ടിൽ പല പ്രശ്നങ്ങളും മാനസികമായിട്ടും പലതരത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന 1 മണിക്കൂർ, നമ്മൾ ഒരുപാട് സമയം ഇരിക്കുന്നത് 1-2 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ ആരതി കാണുന്നു, കീർത്തനം ചെയ്യുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, മഹാപ്രസാദം കഴിക്കുന്നു. ഈ ഒരു ദിവസം നമ്മൾ എടുക്കുന്ന 2 മണിക്കൂർ സത്സംഗം ആ ഒരാഴ്ചക്കുള്ള എല്ലാ എനർജിയും കിട്ടും. ആ ഒരാഴ്ചക്കുള്ള സ്മരണ എവിടെ കിട്ടും? ഈ ഒരു ദിവസത്തെ സത്സംഗം നമുക്ക് തരും. അതുകൊണ്ടാണ് ആ ഭഗവാന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ഭഗവാനെ സ്മരിച്ചാൽ, അസുരന്മാർക്കേ ഭഗവാൻ കാരുണ്യം കൊടുത്തെങ്കിൽ അസുര സ്വഭാവം ഇല്ലാതെ ഇവിടെ വന്ന് വല്ലപ്പോഴും നാമം ജപിച്ചിട്ട് പോയാൽ പോലും, പ്രസാദം കഴിച്ചിട്ട് പോയാൽ പോലും ഭഗവാന്റെ കാരുണ്യം പൂർണ്ണമായിട്ട് ലഭിക്കും എന്നുള്ളതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ഈ അവസരം യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വളരെ സിറ്റിക്ക് നടുക്കാണ്, എപ്പോഴും വരാം അല്ലെ? അതുകൊണ്ട് ഇതൊന്നും പാഴാക്കാതെ ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അത് പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട്, ഇവിടുത്തെ ഭക്തന്മാരുടെ എന്താ പറയാ എഫേർട്ട് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ആഴ്ചയും മുടങ്ങാതെ, ഭക്തന്മാരും പുതിയതായിട്ട് ഭക്തനാകാൻ ശ്രമിക്കുന്ന ആൾക്കാരും എല്ലാവരും മുടങ്ങാതെ ഈ സത്സംഗം പൂർണ്ണമായിട്ട് ഫുള്ളായിരുന്ന് ഭക്തന്മാരുടെ അസോസിയേഷൻ എടുത്ത് പോകണം എന്നൊരു അപേക്ഷ. ഹരേ കൃഷ്ണ. ജയ ശ്രീ പ്രഭുപാദ് കി ജയ. നമുക്ക് ഗോപാൽ ഗൗരവ് പ്രഭുവിൽ കുറച്ച് കേൾക്കാം. അദ്ദേഹം നമുക്ക് വേണ്ടി 2 വാക്ക് പറയും. मूकं करोति वाचालं पङ्गुं लङ्घयति यत्कृपातमहं वन्दे श्रीगुरुं दीनकारिणं परमानन्दमाधवं श्रीचैतन्यदेवं। हरे कृष्ण. ഇപ്പോൾ വെങ്കടേശ്വര പ്രഭുവിൽ നിന്നൊരു വളരെ അർത്ഥപൂർണമായ ഒരു ക്ലാസ്സാണ് നമ്മൾ കേട്ടത്.
ഭഗവാന്റെ സ്മരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഈവൻ വിദ്വേഷ ഭാവത്തിൽ പോലും സ്മരിച്ച വ്യക്തികൾക്ക് ഭഗവാൻ ഇത്രയും കാരുണ്യം കൊടുക്കുന്നു. അപ്പോൾ വിദ്വേഷമില്ലാതെ ഭഗവാനെ സ്മരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഏത് രീതിയിലാണെങ്കിലും, പ്രസാദത്തിന്റെ രീതിയിലാണെങ്കിൽ പോലും ആദ്യത്തെ അട്രാക്ഷൻ അവിടെയാണ് ഉള്ളത്. കീർത്തൻ പ്രസാദം. സോ അതിൻ്റെ ഒരു മഹാത്മ്യം നമ്മൾ കേട്ടു. ചില പ്രഭുപാദി പ്രസ്ഥാനത്തിൽ പേര് കൊടുത്തിരിക്കുന്നത് തന്നെ അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി, കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോൾ ബാക്കി എല്ലാ കോൺഷ്യസ്നസ്സും കൊണ്ടുവരാൻ, അവബോധങ്ങളും കൊണ്ടുവരാൻ നമുക്ക് പല പല മാർഗങ്ങളുണ്ട്. രാവിലത്തെ പത്രമുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, പിന്നെ എന്തെന്ന് വേണ്ട അത് നമ്മളിലേക്ക് വരും. ഓരോ ചിന്തകളും ഓരോ മനസ്സിനകത്തേക്ക് തള്ളിക്കയറി വരും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. എന്നെ സ്മരിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല എന്ന് ഭഗവാൻ പറയും. മാറി നിൽക്കും. നമ്മളായിട്ട് ചൂസ് ചെയ്താൽ, നമ്മളായിട്ട് തിരഞ്ഞെടുത്താൽ മാത്രമേ ഭഗവാൻ ശരി എന്ന് സമ്മതിച്ചു തരുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയാണ് പ്രഭുപാദി പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത്, അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി. സോ ഇന്ന് നമ്മുടെ ക്ലാസ് പോലെ എല്ലാ ആഴ്ചയും നമുക്കിവിടെ ക്ലാസ് നടക്കുന്നതായിരിക്കും. നമ്മളത് കേൾക്കുക. പിന്നെ ആ അവബോധം ഈ പറയുന്ന പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനൊരു സൗരഭ്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ വന്ന് വന്ന് കേട്ട് കേട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ അകത്ത് ആത്മാവില് ആ ഗന്ധം എത്തിയിട്ടുണ്ടാവും. അത് വരുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ചില പ്രഭുപാദിന് കൃഷ്ണാവബോധത്തിന്റെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഭുപാദ് വൃന്ദാവനത്തിലിരുന്ന് ഭഗവാനെ സ്മരിച്ച് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം, അദ്ദേഹത്തിന്റെയും സ്വന്തം ഇച്ഛപ്രകാരം പ്രഭുപാദ് അത്രയും പ്രയാസങ്ങൾ നേരിട്ട് ലോകം മുഴുവനും സഞ്ചരിച്ച് കൃഷ്ണാവബോധ പ്രസ്ഥാനം തുടങ്ങി. അതേ പ്രഭുപാദിന്റെ ഒരു എനർജി, ആ ഒരു ഊർജം കൈക്കൊണ്ട് പല ഭക്തന്മാരും കൃഷ്ണാവബോധം എന്തെന്നോ ഒന്നും അറിയാത്ത സ്ഥലങ്ങളില്, ഇസ്കോണിന്റെ ഒരു സാന്നിധ്യം ഇല്ലാത്ത സ്ഥലത്ത് വന്ന് അവര് പരിശ്രമം ചെയ്യുന്നു. ഈ ഒരു അവസരത്തില് ചില ഭക്തന്മാരുടെ പേര് ഓർക്കാൻ ഒരു അവസരമായിട്ട് എടുക്കുകയായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ സത്യവിധ പ്രഭു, അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമം കാരണം. പക്ഷെ അതിനു മുമ്പ് കോട്ടയത്ത് സുമേധ പ്രഭു പണ്ടുതൊട്ടേ വരുമായിരുന്നു. കോട്ടയം ബുക്ക് ഫെയർ കേരളത്തിൽ മുഴുവൻ പ്രശസ്തമാണ്. അതുകൊണ്ട് അതിന് ആദ്യമേ സുമേധ ചൈതന്യ പ്രഭു ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ബ്രഹ്മചാരി, അതേ റെഗുലറായിട്ട് വരികയായിരുന്നു. അതിനുശേഷം സത്യമേധ പ്രഭു വന്ന്, എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം കോട്ടയത്ത് വരുമ്പോൾ ഒന്നുമില്ല, എന്താണ് മറ്റേ ഗോതമ്പ് റവ എന്തോ മേടിക്കാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ട് കടയിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുകയാണ്. കോട്ടയത്ത് ഇസ്കോൺ തുടങ്ങാൻ തുടങ്ങി കടയിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പച്ചക്കറികളും കുറച്ചിതൊക്കെ മേടിച്ച്, അങ്ങനെയാണ് വേണമല്ലോ ആദ്യം ആഹാരം കഴിച്ചാലില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പൊ അങ്ങനെ സത്യമേധ പ്രഭുവിന്റെ ഒരു പരിശ്രമം ആദ്യം തന്നെ ഇവിടെ തന്നെ ആയിരുന്നു തോന്നുന്നു, തിരുനക്കര ഏരിയയിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് തിരുവാർപ്പ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ വിളിച്ചു, അങ്ങോട്ട് പോയി. അവിടെ നിന്ന് കുറെ ഭക്തന്മാരെ കിട്ടി. പിന്നെ ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തില് പ്രോഗ്രാം നടന്നു അല്ലേ, ആദ്യം പേരുടെ ഡോക്ടർ അങ്ങനെ അതുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഭക്തന്മാരായി. തിരുവാർപ്പിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ വിളിച്ചു. പിന്നെ തോന്നുന്നു തിരുവാതിക്കൽ പോയി. അത് കഴിഞ്ഞ് തിരുനക്കര ഭഗവാനെ തിരിച്ചു വിളിക്കണമെന്ന് തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ സ്മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, ഒരു ഭഗവാന്റെ സ്മരണം കൊണ്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മഹാദേവൻ. അപ്പം അദ്ദേഹയുടെ അടുത്ത് നമ്മൾ വീണ്ടും തിരിച്ചു വിളിച്ചിരിക്കുന്നു. എല്ലാം കൊണ്ടും സന്തോഷം. ഈ മച്ച് കാണുന്ന സമയത്ത് പ്രഭുപാദിന്റെ വൃന്ദാവനത്തിലെ റൂംസ് ആലോചിക്കുകയായിരുന്നു. പോയിട്ടുണ്ട് രാധാ ദാമോദർ.
പ്രഭുപാദ് അവിടെ ഉണ്ടായിരുന്ന സ്ഥലം? താഴെ രാധാ ദാമോദർ ക്ഷേത്രമുണ്ട് ജീവഗുരുസ്വാമിയുടെ. അവിടെ അതിനകത്ത് ഇതുപോലൊരു റൂമിലായിരുന്നു പ്രഭുപാദ് താമസിച്ച് അവിടെ നിന്ന് കൃഷ്ണാവബോധം ഈ പ്രസ്ഥാനത്തിന് വിഭാവനം ചെയ്ത് പിന്നെ ലോകം മുന്നിൽ എത്തിച്ചു. അങ്ങനെ സ്ഥലം കണ്ടപ്പോൾ എന്തോ അതുമായിട്ടൊരു സാദൃശ്യം തോന്നി. അപ്പോൾ എവിടെയോ പ്രഭുപാദിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രഭുപാദ് വിചാരിച്ച പോലെ കോട്ടയത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം മാതാജി കണ്ടപ്പോൾ പറയായിരുന്നു അക്ഷരനഗരി എന്നല്ലേ കോട്ടയത്തിന്റെ പേര്. അപ്പോ ഭഗവത്ഗീതയിലും ആ ശ്ലോകമുണ്ട്, യസ്മാക്ഷരമതീതോ അക്ഷരാദപി ചോത്തമഃ അഥോസ്മി ലോകേ വേദേഷു പ്രഥിതഃ പുരുഷോത്തമയോ. കോട്ടയം വളരെ ബുദ്ധിജീവികളുടെ നഗരമായിട്ട് പറയാം അല്ലേ? അക്ഷരനഗരി എന്ന് പറഞ്ഞ എന്താണ്? ലേക്സ് latex and letters. So അതുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് തീർച്ചയായിട്ടും നമ്മുടെ കൃഷ്ണാവബോധം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കോട്ടയം നഗരത്തില് വളരെ വളരെ എന്താ പറയുക ബുദ്ധിമാന്മാരായ ഭീഷണാശാലികളായിട്ടുള്ള വ്യക്തികൾ കുറെ പേരുണ്ട് ഇവിടെ. സോ നമ്മുടെ ഇവിടെ ഇരുന്ന് നമ്മൾ പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ വായിച്ച് ആ ഒരു കൃഷ്ണസ്മരണം വളർത്തുന്ന സമയത്ത് ആ ഒരു സ്മരണം തീർച്ചയായിട്ടും അതിന്റെ കാറ്റടിച്ച് മറ്റുള്ളവർക്ക് അത് എഫക്റ്റ് ഉണ്ടാകും, സംശയമില്ല. ഇപ്പൊ പറഞ്ഞല്ലോ, നല്ലൊരു പ്രഭുവിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ട സമയത്ത് പല വ്യക്തികൾക്കും അസുരന്മാർക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടി, വേടന് കിട്ടിയില്ല, കാര്യം വേടൻ സ്മരിച്ചില്ല. പക്ഷെ അതേപോലെ തന്നെ ഹിരണ്യകശിപു സ്മരിച്ചില്ല ഭഗവാനെ, പക്ഷെ പ്രഹ്ലാദനെ സ്മരിച്ചത് കൊണ്ട് കാരുണ്യം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രഭുപാദിനെയൊക്കെ സ്മരിച്ച് ആ ഒരു കോൺഷ്യസ്നെസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ നഗരത്തിൽ ഈ കൃഷ്ണാവബോധത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭക്തിക്കനുസരിച്ച് നമുക്കൊരു ഭഗവാൻ ഒരു എന്താ പറയുക ഒരു എംപവർമെന്റ്, ഒരു ശാക്തീകരണം ഭഗവാൻ തരും. നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനും അങ്ങനെ കോട്ടയത്ത് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ഹരേകൃഷ്ണ ക്ഷേത്രം സ്വന്തം സ്ഥലം വരാനും വേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. എന്തായാലും ശുദ്ധചിത്ത പ്രഭുവും പല ഡിവോട്ടീസും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കുറേ കാലമായിട്ടിവിടെ പരിശ്രമിക്കുന്ന ഭക്തന്മാരാണ്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗണ്ഡ്രകവാസുദേവന് മോക്ഷം കിട്ടിയോ? പിന്നെ സ്വയം ഭഗവാൻ എന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് ഫലം കിട്ടും? ഒരു സംശയമുണ്ടായിരുന്നു, പൗണ്ഡ്രക വാസുദേവന് മോക്ഷം കിട്ടിയോ എന്ന്. പൗണ്ഡ്രക വാസുദേവൻ ഭഗവാനെ പോലെ 4 കൈ 2 കൈ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ട് നടന്ന ആളാണ്. ഞാൻ തന്നെ വാസുദേവൻ, കൃഷ്ണൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ വ്യക്തിക്ക് മോക്ഷം കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി. കൃഷ്ണൻ സുദർശൻ ചക്രം കൊണ്ടാണ് കൊല്ലുന്നത്. അപ്പൊ അദ്ദേഹത്തിനും സാധിച്ച മോക്ഷമാണ് കിട്ടുന്നത്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്വയം ഭഗവാൻ എന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് ഫലം കിട്ടുന്നു? അപ്പം അത് വേനന്റെ അവസ്ഥയാണ്. വേനൻ എന്താ വിചാരിച്ചു? ഞാൻ ദൈവമാണ്, എൻ്റെ നാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ കാരണം അവർ ഭഗവാനെ കണക്ട് ചെയ്യില്ല. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സ്മരിക്കത്തുള്ളൂ, ഞാൻ ഭഗവാനെ സ്മരിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സ്മരണ ഉണ്ടാകും. അതുകൊണ്ട് അവര് നരകത്തിൽ പോകും. അവർക്ക് ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. ജയ് ശ്രീ പ്രഭുപാദ് കി ജയ്, ജയ് ശ്രീ ഗുരുദേവ് കി ജയ്. ഒരു പ്രേമാനന്ദ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പ്രഭുവിനോട്. ഹരേ കൃഷ്ണ, ഒരു 5 മിനിറ്റ്.